കൊടുങ്ങല്ലൂരിൽ ശിവാലയ ഓറിയന്റൽ കമ്പനികൾക്കെതിരെ LDFന്റെ നേതൃത്വത്തിൽ 23 ദിവസമായി നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ച് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പിനെ തുടർന്ന് തകർന്ന റോഡുകൾ പുനർനിർമ്മിക്കാത്തതിലും ടെൻഡർ എടുത്ത റോഡുകളുടെ നിർമ്മാണം വൈകുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു കൊടുങ്ങല്ലൂരിൽ LDFന്റെ നേതൃത്വത്തിൽ 23 ദിവസമായി രാപ്പകൽ സമരം നടന്നത്. സമരസമിതി ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതിനെ തുടർന്ന് ചാപ്പാറ ഗുരുശ്രീ റോഡിൽ ടൈൽ വിരിക്കുന്ന പ്രവൃത്തികൾ കമ്പനി ആരംഭിച്ചു. തുടർന്ന് കാക്കമാടൻ തുരുത്ത് VK രാജൻ മെമ്മോറിയൽ റോഡിലും ടൈൽ വിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. ഇതിനാവശ്യമായ നിർമ്മാണ സാമഗ്രികൾ സ്ഥലത്തെത്തിച്ചിട്ടുണ്ടെന്നും ടാറിംഗ് നടത്തേണ്ട റോഡുകളുടെ പ്രവൃത്തികൾ കാലാവസ്ഥ അനുകൂലമായാൽ ആരംഭിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും കമ്പനികൾ ഉറപ്പു നൽകി. ഇതിന്റെ പശ്ചാത്തലത്തിൽ സമരസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനവും പൊതുയോഗവും അഡ്വക്കേറ്റ് VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സമൂഹത്തിന്റെയും നാടിന്റെയും വികസനമായിട്ടാണ് ഞങ്ങൾ കാണാനും ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ NHAയുടെ ഭാഗമായിട്ട് ശിവാലയം ഓറിയന്റൽ കമ്പനിയും ഇവിടെ റോഡ് പണി നടക്കുമ്പോൾ പുഴയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് NHAയുടെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തപ്പെടുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ നടത്താനുള്ള അവകാശങ്ങളെല്ലാം തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. വിവിധ നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. തുടർന്ന് മണ്ണെടുപ്പ് തടഞ്ഞുകൊണ്ട് സംഘടിപ്പിച്ചിരുന്ന രാപ്പകൽ സമരം ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.